നോക്കി നിങ്ങളെ മോളവിടെ കൊടുന്നാക്കിക്കണേ. ഇനി നിങ്ങളേറ്റും നിങ്ങളെ കുടുംബത്തിനേറ്റും സൗഖ്യത്തിന് ഒരു ബന്ധുല്ലട്ടാ. എന്താ കുഞ്ഞിപ്പാജി പറയേണ്ടത്? ഇജ്ജ് ഔത്തുക്കണ് കേരേ എല്ലാത്തിനും നമുക്കൊരു തീരുമാനം എടുക്കാലോ. ഇജ്ജ് ഈ ആൾക്കാർ കേൾക്കും ഈ പുറത്ത് നിൽക്കാണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയാണ്ട് പോകണ്ട്. നാട്ടുകാർ കേട്ടോട്ടെ, അല്ലെങ്കിൽ തന്നെ ഞാൻ ഉസുറ് മുള്ളിയാത്തനാണ്. നിങ്ങളെ മോളെ കെട്ടി അന്ന് മുതൽ എന്റെ കഷ്ടകാലം തുടങ്ങിക്കണേ. ഞാൻ മാറും, ഞാൻ നോക്കട്ടെ. എന്താണ് ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കണേ? ആൾക്കാരൊക്കെ കേൾക്കൂല. എന്താ സംഭവം? ഇജ്ജ് വന്നത് നന്നായി. എന്റെ പെങ്ങളവിടെ കൊടുത്താക്കിക്കണേ. ഞാൻ അളിയാ കുളിയാന്നുള്ള വർത്താനം ഇന്നത്ത് വരരുത്. എന്താണ് നിങ്ങൾ ഈ പറയണത്? നമുക്ക് പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. നിങ്ങളുടെ പേര് ഇജ്ജിന്നാ പെരിക്ക് കടത്തണ്ട. ഞാൻ പെരിക്ക് കടക്കൂല. ഞാൻ പോക്ക് പോവല്ലേ, അവിടെ നിക്കേ. അന്റെ പെങ്ങളുണ്ടല്ലോ ഇവിടെ, കൊണ്ടുപോളെ. എത്താപ്പ നിങ്ങൾ പറയണ്ടേ? ഇമ്മൂട്ടിനെ ഓന്റെപ്പം പറഞ്ഞേക്കെ. നിന്റെ പെങ്ങൾ ഓമ്പടെ കൊടുന്നാക്കി കുളിച്ചിട്ട് ഞാനും മുട്ടി കുട്ടികളെ എങ്ങനെ ജീവിച്ചു നിങ്ങൾക്ക് അറിയില്ലേ? ഇജ്ജ് എങ്ങനെ ജീവിച്ചിട്ടുണ്ടെന്നൊക്കെ എച്ചറിയാം. ഇന്റെ കുട്ടിനെ ഓമ്പടെ കൊടുന്നാക്കിക്കണെങ്കിലേ ഓന്റെ പെങ്ങൾ ഇജ്ജ് ഇപ്പൊ തന്നെ കൊണ്ടാക്കിക്കോ. ഇനി അതല്ല അനക്ക് ഓളെ ഇറക്കി വിടാൻ മടിയുണ്ടെങ്കിലേ ഇജ്ജും അവിടെ ഇറങ്ങിക്കോ. പൊന്നാര കുട്ടികളെ, പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിച്ച അവിടുന്ന് ഇങ്ങോട്ട് കെട്ടുക, അങ്ങനത്തെ ഒരു പരിപാടി. ഇപ്പോഴും ചില പേരാളിലൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു ബന്ധം മുറിഞ്ഞാൽ രണ്ട് ബന്ധം ഇല്ലാതാവും. അതുകൊണ്ടേ കയ്യെങ്കിലും 100% ഉറപ്പുണ്ടെങ്കിലും മാത്രം ഇങ്ങനത്തെ ഒരു കല്യാണത്തിന് നിങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ മുതിരാൻ പാടുണ്ടോ? അല്ലെങ്കിൽ എന്താ, ഒരു കുടുംബത്തിന്റെ പേര് പറഞ്ഞ് രണ്ട് കുടുംബം ഇല്ലാതാവും. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാവാതിരിക്കും.